ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലോട്ടും കുറച്ച് വിഷമങ്ങൾ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് ഈ ആനപ്രേമികൾക്കൊക്കെ. കാരണം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വന്തം ജീവന് വേണ്ടിയിട്ട്, അത് മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ, അതും അത്രയും അടിയൊഴുക്കും അതുപോലെ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന വെള്ളത്തിൽ പെട്ടിട്ടൊരു ജീവന് വേണ്ടി പെടയുന്നൊരു ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ജീവൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്രയും വിലപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഇതിൽ ഈ ഒരു വീഡിയോയിൽ എന്താ പറയേണ്ടത് എന്നുള്ളത് അറിയുന്നില്ല. കാരണം അത്രയ്ക്ക് സങ്കടമുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ. കാരണം ആ ഒരു വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്കും അതുപോലെ അതിൻ്റെ ആ ഒരു വെള്ളം വരുന്ന രീതി കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേടിയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു മൃഗം അതിൻ്റെ ജീവന് വേണ്ടി എത്രത്തോളമാണ് അത് ആ വെള്ളത്തിനോട് മല്ലിടുന്നതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കാരണം നമുക്ക് ആരെങ്കിലും ആ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ അവരുടെ ജീവൻ വരെ പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അപ്പം നമുക്ക് ഇത് നോക്കി നിൽക്കുക എന്നല്ല, നമുക്കൊന്നും ചെയ്യാനുള്ള ഇതില്ല. അത് ആ ആന ഏതെങ്കിലും ഒരു കരയിൽ ചെന്ന് കയറും എന്നുള്ളൊരു പ്രതീക്ഷ എന്താ പറയുക, അതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമെന്നല്ലാതെ നമുക്കിവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അത് ആ ഒരു ആനയ്ക്ക് പോലും ആ വെള്ളത്തിൽ നേരാവണ്ണം നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ മനുഷ്യനും കൂടി നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമുക്കതിൽ നിൽക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണല്ലോ. പിന്നെ കരുളായി ഭാഗത്ത് ഉരുൾപൊട്ടിയതുകൊണ്ടാണ് ഈ ആന ഇങ്ങനെ ഈ വെള്ളത്തിൽ അകപ്പെട്ടത്. അപ്പോൾ ആ ഒരു ഭാഗം ഉരുൾപൊട്ടി വന്നത് കൊണ്ട് നമ്മുടെ നിലമ്പൂർ ഭാഗത്തുള്ള റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. നേരാവണ്ണം ബസ്സും വണ്ടികൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് എന്താ പറയുക, ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ എടവണ്ണ നിലമ്പൂർ ഭാഗമൊക്കെ. അപ്പോൾ ഈ ഒരു ബസ് അവിടെ വെള്ളത്തിൽ, ആ ബസ്സിൽ എത്രയോ ആൾക്കാർ ആ ബസ്സിലുണ്ട്. ആ ബസ് അവിടെ വെള്ളത്തിൽ കുടുങ്ങി കിടന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടിയിട്ടാണ് ആ ബസ് ഒന്ന് അവിടുന്ന് രക്ഷപ്പെടുത്തിയെടുക്കുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് നിലമ്പൂർ ഭാഗത്തുള്ള ആൾക്കാരും അതുപോലെ എല്ലാവരും ഇപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടലിനെ തുടർന്നിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം എത്രത്തോളം ശക്തിയിലാണ് വെള്ളം ഒഴുകുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് പാലത്തിൻ്റെ മുകളിലൂടെയാണ് വെള്ളം പോകുന്നത്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ജീവൻ പോലും ചിലപ്പോൾ തിരിച്ച് കിട്ടാൻ സാധ്യതയില്ല. അത്രയ്ക്ക് ശക്തിയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് പുഴയിലൂടെ വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.